ഇന്ത്യയിലെ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിലുള്ള വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ ലോകകപ്പിനായി ക്ഷണിച്ചിട്ടില്ലെന്ന് ഖത്തർ ഔദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചു. ലോകകപ്പിനായി സാക്കിർ നായിക് ഖത്തറിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ഖത്തർ ഭരണകൂടം വിശദീകരണവുമായി എത്തിയത്. സാക്കിർ നായിക്കിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ചടങ്ങിനെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ പങ്കാളിത്തം പിൻവലിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ ഖത്തറിനെ അറിയിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ധൻഖർ അതിനുശേഷം മറ്റ് നയതന്ത്ര ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ലോകകപ്പിനിടെ സാക്കിർ നായിക് സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ടാകാമെന്നാണ് ഖത്തറിന്റെ വിശദീകരണം. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം മോശമാക്കാൻ മൂന്നാമതൊരു രാജ്യം സാക്കിർ നായിക് വിഷയം എടുത്തിട്ടതാകാമെന്നും ഖത്തർ അധികൃതർ വിശദീകരിക്കുന്നു. സാക്കിർ നായിക് ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിനെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. ഫുട്ബോൾ അസോസിയേഷനുകളും ഇന്ത്യൻ ആരാധകരും ലോകകപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലിനും മതവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷ പ്രചാരണത്തിനും ഇന്ത്യയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാജ്യം വിട്ട സാക്കിർ നായിക് മലേഷ്യയിൽ അഭയം തേടിയിരുന്നു. സാക്കിർ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനയായിരുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമമായ UAPA ചുമത്തി കേന്ദ്ര സർക്കാർ 2016 നിരോധിച്ചിരുന്നു. 2022 വീണ്ടും നിരോധനം നീട്ടി. ഭീകരത പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ സാക്കിർ നായിക് നടത്തിയിട്ടുണ്ടെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു നടപടി. IRFന്റെ മുഴുവൻ ഫണ്ടുകളും മരവിപ്പിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ IRFന് കീഴിലുള്ള സ്ഥാപനങ്ങളെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020 ഡൽഹി കലാപത്തിലും നായിക്കിന് പങ്കുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തൽ. സാക്കിർ നായിക്കിനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മലേഷ്യൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. നിലവിൽ ഇന്റർപോൾ വഴി സാക്കിർ നായിക്കിനെതിരെ ഇന്ത്യ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ സാക്കിർ നായിക്കിനെ UK-യിലും കാനഡയിലും പ്രവേശിക്കുന്നതിലും വിലക്കുണ്ട്. ഷെക്കിന ന്യൂസ്, ന്യൂഡൽഹി.